Hi, hello friends. This is V Lama B from Traveling Bases. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിയാറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ക്രിയാറ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ടൈപ്സ് ഓഫ് ക്രിയാറ്റിൻ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രിയാറ്റിൻ, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ക്രിയാറ്റിൻ എടുക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ ക്രിയാറ്റിൻ എടുക്കേണ്ടത്, എന്താണ് ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുക. സോ ഇങ്ങനെ അതുപോലെ ക്രിയാറ്റിനെ പറ്റി ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുള്ള മിത്ത്, ഇതിനെല്ലാത്തിനെയും കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. ക്രിയാറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ടൈപ്സ് ഓഫ് ക്രിയാറ്റിൻ. സോ ഇന്ന് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ക്രിയാറ്റിൻ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രിയാറ്റിൻ തന്നെ ഏറ്റവും കൂടുതൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ നടന്നിട്ടുള്ള ഒരു ക്രിയാറ്റിനും അതുപോലെ ഏറ്റവും കൂടുതൽ റിസർച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരു സപ്ലിമെന്റ്, അതാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. സോ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഈ സപ്ലിമെന്റ് മേടിക്കുന്ന സമയത്ത് ഇതിനകത്ത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിന്റെ മൈക്രോനൈസ്ഡ് ഫോം തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മൈക്രോനൈസ്ഡ് ഫോം ആണ് കുറച്ചുകൂടെ മോർ എഫിഷ്യന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അതിന്റെ സോളിഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവാനുള്ള അതിന്റെ കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. നോർമൽ മോണോഹൈഡ്രേറ്റ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്താലും അത് മിക്സ് ആകില്ല, അത് വെള്ളത്തിന്റെ അടിയിൽ അങ്ങനെ ഹാർഡായിട്ടൊരു സബ്സ്റ്റൻസ് ആയിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് മൈക്രോനൈസ്ഡ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് സപ്ലിമെന്റ് തന്നെ മേടിച്ച് യൂസ് ചെയ്യുക. സോ ഹൗ മച്ച് ക്രിയാറ്റിൻ ഷുഡ് ബി കൺസ്യൂം? നമ്മൾ ഒരു ദിവസം എത്ര ഗ്രാം ക്രിയാറ്റിൻ ആണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്? നിങ്ങളൊരു അത്ലീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്രിയാറ്റിൻ നിങ്ങൾക്ക് 3 to 5 ഗ്രാം ഡെയിലി, അതാണ് അതിന്റെ കൺസംഷൻ ക്വാണ്ടിറ്റി. സോ ഇതിന്റെ വേറൊരു സൈഡ് ലോഡിംഗ് ഫേസ് ഞാൻ കുറച്ച് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 20 ഗ്രാം ഡെയിലി കൺസ്യൂം ചെയ്യുക, 20 ഗ്രാം ക്രിയാറ്റിൻ ഡെയിലി കൺസ്യൂം ചെയ്യുക 3 to 4 വീക്സ് കണ്ടിന്യൂസ്ലി. അത് കഴിഞ്ഞിട്ട് 1 month ഓഫ് സൈക്കിൾ കൊടുക്കുക, അതിനുശേഷം വീണ്ടും അത് ലോഡ് ചെയ്യുക. സോ ഇതുകൊണ്ടൊരു സ്പെഷ്യൽ ബെനിഫിറ്റ് ഉള്ളതായിട്ട് ഒരു റിസർച്ചിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് സേഫസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ക്രിയാറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് 3 to 5 ഗ്രാംസ് ഡെയിലി. അതേപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ക്രിയാറ്റിന്റെ ഒരു ബെനിഫിറ്റ് സൈഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ക്രിയാറ്റിനെ പറ്റിയുള്ള മിത്തുകൾ. ക്രിയാറ്റിനെ പറ്റി ഒരുപാട് മിത്ത് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഫസ്റ്റ് ആണ് കിഡ്നി ഡാമേജ്. ക്രിയാറ്റിൻ കിഡ്നി ഡാമേജിന് കാരണമാകുന്നു. ക്രിയാറ്റിൻ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു. ക്രിയാറ്റിൻ അതായത് ഏറ്റവും വലിയ മിത്ത് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതിൽ വെച്ച് കേട്ടതിൽ ഏറ്റവും വലിയ മിത്ത് എന്ന് പറയുന്നത് ക്രിയാറ്റിൻ ഒരു പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ്. ആക്ച്വലി ഇതൊരു മിസ്ലീഡിംഗ് ആണ്. ക്രിയാറ്റിൻ ഒരുപാട് ആളുകൾ ക്രിയാറ്റിൻ വന്നിട്ട് ഒരു എന്താ പറയുക പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി ക്രിയാറ്റിൻ ഈസ് നോട്ട് എ പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ്. സോ ക്രിയാറ്റിൻ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ടു ടേക്ക് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് പോസ്റ്റ് വർക്കൗട്ട് ആണ്. ആക്ച്വലി സ്പീക്കിംഗ് ക്രിയാറ്റിന് ഒരു പർട്ടിക്കുലർ ടൈം ഇല്ല. ഈ ക്രിയാറ്റിൻ എടുക്കുന്നതിന് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടൈം ഇല്ല. ബട്ട് നിങ്ങളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് അബ്സോർബ് ആവാനുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ പോസ്റ്റ് വർക്കൗട്ട് ആണ്. അത് പോസ്റ്റ് വർക്കൗട്ടിന് ശേഷം നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് മീലിന്റെ കൂടെ എടുത്താൽ, അതായത് വിത്ത് സം കാർബോഹൈഡ്രേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കാം. സോ പ്രീ വർക്കൗട്ട് ആയിട്ട് ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എനർജി തരുമോ, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പുഷ് തരുന്ന ഒരു സപ്ലിമെന്റ് അല്ല ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്രിയാറ്റിൻ നിങ്ങളുടെ മസിൽ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. ക്രിയാറ്റിൻ നിങ്ങളുടെ മസിൽ വോള്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതാണ് ബേസിക്കലി ക്രിയാറ്റിൻ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ക്രിയാറ്റിനെ പറ്റി അറിയണമെന്ന് താല്പര്യമുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.